ഹലോ കൂട്ടുകാരെ, 2 ദിവസമായല്ലോ നമ്മുടെ പഴമയുടെ പുതുമയിലേക്ക് നമ്മൾ വന്നിട്ട്. ഒരു സാങ്കേതിക തടസ്സങ്ങളാൽ നമുക്ക് 2 ദിവസം വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല. ഇന്നെങ്കിലും എൻ്റെ ചെറുമകന് നമുക്കിന്ന് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങിയാണേ. നമുക്ക് ഉറി എന്ന് പറഞ്ഞൊരു പരിപാടി ഓല കൊണ്ടുള്ള കേരളീയർക്ക് ഉറി. ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ ഉറിയുടെ പരിപാടിയിലേക്ക് സ്വാഗതം. നമുക്ക് പറഞ്ഞല്ലോ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ നിങ്ങളോട്. പക്ഷെ ഞാനിത് തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടുമെന്നുള്ളതാണ്. കേരളീയർക്കും എല്ലാവർക്കും പഴയ ഓരോ സാധനങ്ങളെക്കൂടെ ഇപ്പോൾ കമ്പം തോന്നിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അത് കാരണം നമ്മുടെ ഉറിയുടെ പരിപാടി ഞാൻ തുടങ്ങാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഈ ചെറിയൊരു പരിപാടി ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി ലൈക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് വീണ്ടും ഈ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്കറിയാം, അതനുസരിച്ച് ചെയ്യുക. കൂട്ടുകാരെ, നമുക്കെന്നാൽ ഇനി ഉറിയുടെ പരിപാടിയിലേക്ക് പോകാമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കാണുന്നല്ലോ, ഇത് 2 പീസായിട്ട് മുറിക്കാൻ പോവാണേ. ഒരു പീസ് മുറിച്ചെടുത്തേ. 2 പീസ് മതിയാവും കുറിക്ക്. നമ്മൾ 2 വശം ഇങ്ങനെ എടുക്കും. 2, 4, 5 കാല് വെച്ച്. അപ്പോൾ ഇതും രണ്ടാമത്തെ പീസ് മുറിച്ചെടുക്കുകയാണ്. അതിലൊരു എണ്ണാങ്ങ് മുറിഞ്ഞു പോയേ. കാരണം നമുക്കൊന്നും ഇങ്ങോട്ട് കയറ്റി എടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് മുറിച്ചെടുക്കുകയാണ്. മുറിച്ചെടുത്ത് ബാക്കി കളയാണേ. ഇതുകൊണ്ട് നമുക്ക് നോക്കാം. പണ്ട് എൻ്റെ അമ്മയൊക്കെ ഇങ്ങനെ എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ വെക്കുക, വെച്ചിട്ട് ഇങ്ങനെയാണ് എടുക്കുന്നത് കേട്ടോ. ഇത് ഇങ്ങനെ നോക്കണം. ഈ 2 ഒന്നേ തന്നെയല്ല മേഡം, 2 പീസായിട്ടാണ് എടുക്കുന്നത്. അതേലെ ഈ പീസും എടുക്കണം, ഇതേ ഈ പീസും. അപ്പോൾ ഈ 2 കഷ്ണം ഉണ്ടല്ലോ, ആ 2 കഷ്ണത്തേൽ ഇത് ഇങ്ങനെ അതും ഇതും കൂടാണ് നമ്മൾ മെടയാൻ കണ്ടോ. അതേലെ ഒരു പീസ് എടുക്കുക, ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ എടുത്തിട്ട് ഇത് ഇങ്ങനെ നമ്മൾ മടക്കിയിട്ട് പിന്നെ അത് ഇങ്ങനെ ഇതെടുത്ത് ഒടിച്ച് ഇത് ഇങ്ങനെ അങ്ങോട്ട് വെക്കും. ഇങ്ങനെ വെച്ചിട്ട് ഈ പീസ് ഒടിച്ച് ഇങ്ങനെ ഇതിനടിയിൽ കൂടെ വരും കണ്ടോ. ഇങ്ങനെ അടിയിൽ കൂടെ വന്നിട്ട് ഇതെടുക്കണം. ഇതെടുത്ത് ദേ ഇങ്ങനെയാണ്. ഇങ്ങനെ എടുക്കുമ്പോൾ ദേ ഇങ്ങനെ മെടഞ്ഞ് വരുന്നുണ്ടോ അല്ലേ. ഇതിങ്ങനെ മെടഞ്ഞ് നമ്മൾ ഇത് ഇങ്ങനെ നമ്മൾ എടുത്ത് അതിൽ നിന്ന് പിന്നെ ഇതിങ്ങോട്ട് എടുക്കും. ഇതെടുത്തിട്ട് ഇങ്ങനെ ഓലമടയുന്ന പോലെ തന്നെയാണ്, വലിയ അധികം പാടുകളൊന്നും ഇല്ല. ഇങ്ങനെ ഇതിങ്ങനെ അടിയിലോട്ടാക്കും. അടിയിലാകുമ്പോൾ കാണുന്നുണ്ടല്ലോ നിങ്ങൾ. ഇങ്ങനെ വെച്ചിട്ട് ഓലമടയുന്ന പോലെ വന്ന് എന്നിട്ട് ഇതെടുക്കും. ഇതെടുത്ത് ഒടിച്ച് ഇങ്ങനെ അങ്ങോട്ട് മെടും. ഇങ്ങനെ എന്നിട്ട് ഇതെടുത്തിട്ട് അടിയിൽ നിന്ന് ഇതിങ്ങനെ എടുക്കും. എടുക്കുമ്പോൾ ഇങ്ങനെ വരും. ഇതിങ്ങനെ വെക്കും. അത് കഴിഞ്ഞ് ഇങ്ങനെ എടുക്കുക. ഇതെന്താ കണ്ടോ, ഞങ്ങളൊക്കെ ഓലമടയിൽ നിന്ന് ഇങ്ങനെ ഒന്നിടയിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഇവിടുന്ന് ഇതെടുക്കണം. ഇതെടുത്ത് അപ്പം ഇതിൽ ഒരു കാല് തെറ്റി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നോക്കണം. നിങ്ങൾക്ക് പഠിക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാം. നമുക്ക് ഈ പഴമയുടെ പുതുമയിലേക്ക് എന്ന് പറഞ്ഞ് നമുക്കിനി ഞാൻ ഈ ആദ്യം തൊട്ട് കാണിച്ച രീതിയില്ലേ, ആ രീതിയിൽ നമുക്കിനി ഇരുന്ന് ചെയ്തെടുക്കാം.
ഹലോ കൂട്ടുകാരെ, നമുക്ക് ഉറിയുടെ 2 ഭാഗം നമ്മൾ നെയ്തെടുത്തിട്ടുണ്ട്. ഇതേ കണ്ടോ, മുടി പിന്നിയ പോലെ നമ്മൾ നെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ മനസ്സിലാക്കി ചിന്തിക്കുന്നു. പിന്നെ നിങ്ങളുടെ ഇഷ്ടം. കണ്ടോ, 2 പീസാക്കി. ഇനി മറ്റേ 2 എണ്ണം കൂടെ നമുക്ക് മെടഞ്ഞെടുക്കണേ. ഇതെടുത്തിട്ട് ഇത് ഞാൻ കാണിക്കാം. ഇത് തന്നെയാണ് പോവാണ്. ഉണ്ട്, ഇതിങ്ങനെ പൊടിച്ച് ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക. ചൂട്ടിലാണെങ്കിൽ അല്പം വീതി വേണമല്ലോ കലവും ചട്ടി ഇരിക്കാനായിട്ട്. അപ്പോൾ അതിനവിടെ ശകലം ഒരു നല്ല രീതിയിൽ നമുക്ക് വീതി കൂട്ടിയെടുക്കുന്നുണ്ട്. ഒരു കലങ്ങളും ചട്ടികളൊക്കെ താഴെ പോകാതിരിക്കാൻ വേണ്ടി. ഇത് നമ്മൾ വേണമെങ്കിൽ നമുക്ക് ചെടിച്ചട്ടികളൊക്കെ തൂക്കിയിടാം. അങ്ങനെ കാണാനൊരു ഭംഗിയുണ്ട് ഇഷ്ടപ്പെടുന്നവർക്ക്. അല്ല, ഇപ്പോഴത്തെ പുതുമോടികളൊക്കെ അവർക്ക് പുതുമയുള്ള ചട്ടി തൂക്കിയിടാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പുതുമക്കാർക്കും ഇത് ഇഷ്ടപ്പെടും. കാരണം ഇങ്ങനെയൊക്കെയുള്ള രീതികളാണിപ്പം ആൾക്കാർക്ക് വലിയ താല്പര്യം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്കും അതുപോലെയാണ്. നിങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമുക്ക് സന്തോഷമായിട്ട് ഇത് ചെയ്തെടുക്കാം. കണ്ടോ കൂട്ടുകാരെ, നമ്മളിപ്പോൾ ഈ ഉറിയുടെ 3 ഭാഗം പൂർത്തീകരിച്ചിരിക്കുന്നു. ഇങ്ങനെയാണ്. എന്നിട്ട് നമ്മളിവിടെ ഒരു കാതൊക്കെ ഉണ്ടാക്കും. ഉറിയുടെ കാതെന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടല്ലോ, നമ്മളിങ്ങനെ വന്നിട്ട് 2 പീസ് എടുത്തിങ്ങനെ അപ്പുറവും ഇപ്പുറമായിട്ട് വ്യത്യസ്തമായ രീതിയിൽ നമ്മളിതെടുത്ത് ഈ 3 പീസ് കണ്ടാൽ നാഗരാജാക്കന്മാർ തലയാട്ടുന്ന പോലാണെന്ന് തോന്നിപ്പോകും. എങ്കിലും ഇനി ഈ ഒരു പീസ് കൂടെ നമുക്ക് പൂർത്തീകരിക്കാനുണ്ട്. അത് നമുക്കങ്ങോട്ട് പൂർത്തീകരിക്കാം. ഇതിലൂടെ കൂട്ടുകാരെ, ഉറിയുടെ 4 ഭാഗവും നമ്മൾ ഭംഗിയായിട്ട് എടുത്തിരിക്കുകയാണ്. കാണുന്നുണ്ടല്ലോ. ഇത് ഉണ്ട്. പിന്നെ 3-ാമത്തെ 4. ഇനി 4 ഇപ്പം നമ്മളത് പൂർത്തിയായിരിക്കുകയാണ്. ഇത് കണ്ടല്ലോ, ഇതാണ് നമ്മൾ ചട്ടിയും കലവും ഇങ്ങനെ കയറ്റി വെക്കുന്ന ഒരു ഭാഗം. അതിൻ്റെ ഡോറ് പാതൽ കണ്ടല്ലോ. ഇതിനെയാണ് നമ്മളിങ്ങനെ ചട്ടിയും കലവും ഇടുക. അപ്പോൾ ഇങ്ങനെ ഉറി അമങ്ങി ഇരിക്കുമ്പോൾ ഇത് പിടിച്ചിട്ട് നമ്മളുണ്ടല്ലോ, ഇങ്ങനെ എല്ലാം കഴിയുമ്പോൾ ഇതിനൊരു കാതൊക്കെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. കാതൊക്കെ വൃത്തിയാക്കിയിട്ട് നിങ്ങളെ ഞാൻ കാണിക്കാം. ഇങ്ങനെ വെച്ചിട്ട് കണ്ടോ, അതിനകം ഇതെല്ലാം ഇങ്ങനെ വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ ഒരു അമക്ക് അമക്കുവേ. ഇങ്ങനെ അകത്തോട്ട് ഇങ്ങനെ ഒരു അമക്ക് ഇങ്ങനെ വരും. ഇങ്ങനെ വന്നിട്ട് ഇനി നമ്മൾ കാതുണ്ടാക്കും. ഈ ഭാഗത്തൂടാണ് നമ്മൾ ചട്ടിയും കലവും ഈ കറികളും ഒക്കെ ഇങ്ങനെ ഇതിനകത്തോട്ട് കയറ്റി വെച്ച് സേഫ്റ്റിയായിട്ട് അവിടെ നിന്നും പോകത്തില്ല. രാവിലെ നമുക്ക് ഇങ്ങനെ എടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, പൂച്ചയും പട്ടിയൊന്നും എടുക്കത്തില്ല. ഉറുമ്പും ഒന്നും അങ്ങനെ വന്ന് വൃത്തികേടാക്കുകയില്ല. ഇതിങ്ങനെയാണ് പണ്ടൊക്കെ ഓരോരുത്തർ ചെയ്തിരുന്നത്. ഇപ്പോൾ എല്ലാം ഫ്രിഡ്ജല്ലേ, ഫ്രിഡ്ജിനകത്താണ് ഇപ്പോൾ എല്ലാവരും സൂക്ഷിച്ചത്. ഇതാകുമ്പം നമുക്ക് കൂടുതൽ തണുപ്പുമില്ല. അങ്ങനെ നമുക്ക് ഭാഗമായിട്ട് രാവിലെ എടുത്ത് ചൂടാക്കുകയോ പഴങ്ങിഞ്ഞ് കഴിക്കാനൊക്കെ അന്നത്തെ കാലത്ത് പഴങ്ങിയാണല്ലോ. ഇങ്ങനെയൊക്കെ അങ്ങനെ നമ്മുടെ ഉറിയുടെ ഇത്രയും ഭാഗം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഒരു ചൂടൊരു ശകലം ഞാനൊന്ന് വൃത്തിയാക്കാൻ പോവാണ്. ശകലം ഇങ്ങനെ നീണ്ടിരുന്നു, അത് നമുക്ക് ഭംഗിയായിട്ട് എടുക്കാം. ഒരു കുത്താം. ശരി, ഇനി ഇങ്ങനെ ഇങ്ങോട്ടെടുക്കുന്നു. ഇനി ഞാൻ കാത് പൂർത്തിയാക്കിയിട്ട് നിങ്ങളെ കാണിക്കാം. ഇങ്ങനെ പോലെ കണ്ടുന്നു. ഈ ഭാഗം ഇച്ചിരി നന്നായിട്ടുണ്ട്. ഇത് ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. നിങ്ങളത് എന്നെ സഹായിച്ച് പരിഹരിക്കുമെന്ന് ക്ഷമിക്കുമെന്ന് ഞാൻ കരുതുന്നു. അതേ കണ്ടോ ഉറി ആണ് നമ്മുടെ ഓലയൂറിയ. നമ്മുടെ തന്നെ നാട്ടിലെ തെങ്ങിൽ നിന്ന് എടുക്കുക. കാശൊന്നും മുടക്കില്ല. അല്പസമയം നമുക്കിത് ചെയ്യുന്നതിൻ്റെ ഇത് ബുദ്ധിമുട്ടല്ല, നമുക്കൊരു സന്തോഷം കൂടിയാണ്. ഇങ്ങനെ ഇത്രയൊന്നും പരിപാടി കഴിഞ്ഞു. ഇനി ഞാൻ കാതുണ്ടാക്കി നിങ്ങളെ കാണിക്കാം. ഓക്കെ. കണ്ടോ. ഹലോ കൂട്ടുകാരെ, കണ്ടല്ലോ ഉറിയുടെ കാത് പണി കഴിഞ്ഞു. ഇത് ഇങ്ങനെയൊക്കെ ഇങ്ങനെ അങ്ങോട്ട് നമ്മൾ ചട്ടികളും കലങ്ങളും വെക്കും. പണ്ട് കാലങ്ങളിൽ ഹിന്ദുക്കളുണ്ടല്ലോ, ഈ ഉത്തരത്തിലൊക്കെയാണ് ഇങ്ങനെ കമ്പി ഇട്ട് കൊളുത്തിയിട്ടിട്ട് ഇതിലെയാണ് ചോറും കലവും ചട്ടിക്കലും എടുത്ത് വെക്കുന്നത്. വെച്ചിട്ട് എന്ത് ചെയ്യുന്നറിയാമോ, ഈ ഹിന്ദുക്കൾ പണ്ട് ഈ ഉണ്ടല്ലോ, ഈ പുതുവത്സരം വരുമ്പം ആണ്ടുപറപ്പ് 1-ാം തീയതി എന്ന് പറയുന്നത്. ആ സമയത്ത് അവരൊക്കെ ആണെങ്കിൽ ഈ പഴയ ഉറികളും തിരിയ ചൂല് മുറങ്ങളെ ഇതെല്ലാം കളഞ്ഞിട്ട് വീണ്ടും അവർ പുതിയത് 1-ാം തീയതി തന്നെ അവർ പുതിയത്
ഇങ്ങനെ എല്ലാം ശേഖരിച്ച് വെക്കും. പണിഞ്ഞെല്ലാം റെഡിയാക്കി അവർ പുതിയ ഉറി, പുതിയ തിരിക, പുതിയ ചട്ടി, പുതിയ കലം, ചൂല് ഒക്കെ ആയിട്ട് 2 പേർക്ക് 1-ാം തീയതി അന്ന് പുതുവത്സരത്തെ അവർ വരവേൽക്കും. ദേ കണ്ടല്ലോ ഉറി. എന്നാൽ ഇതൊക്കെ പണ്ട് കഴിഞ്ഞാൽ ദേ ഇതേപോലൊക്കെ ഉണ്ട്. നമുക്ക് അടിക്കാനൊന്നും പറ്റില്ല. ദേ നല്ല ഇതായിട്ടിരിക്കുക കണ്ടല്ലോ ഉറി. അങ്ങനെ നമ്മുടെ ഉറിയുടെ പരിപാടി ഇവിടെ പൂർത്തിയായി ആണ്. എല്ലാവരും എനിക്ക് വേണ്ടി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹലോ കൂട്ടുകാരെ, നമുക്കെന്നാലേ ഉറിയൊക്കെ പൂർത്തിയായ സ്ഥിതിക്ക് നമുക്കൊരു മംഗലം വെച്ചൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ശരി, ഓക്കെ. ഹലോ കൂട്ടുകാരെ, നമ്മുടെ ഉറിയല്ലേ ടെസ്റ്റിങ്ങിനായിട്ട് കൊണ്ടുവന്ന മൺചട്ടികളാണ്. മൺചട്ടി കലം. ഇത് സാമ്പാർ കലമാണേ, സാമ്പാർ കലം. ഇത് നമ്മൾ മോര് കാച്ചുന്ന കലമാണ്. ഇത് മീൻചട്ടി. ഇത്രയും വലുതാണെങ്കിൽ പോലും ഇത് ഈ ഉറിയൽ നമുക്ക് കയറ്റി വെക്കാം. തൂക്കിയിടുമ്പോൾ അങ്ങനെ നമുക്ക് കയറ്റി വെക്കാം. നോക്കിക്കോണം. വലിയൊരു ചട്ടിയാണെങ്കിൽ പോലും ഇതല്ലിങ്ങനെ നമ്മൾ തൂക്കിയിടുമ്പോൾ നമുക്ക് കാര്യമായിട്ട് അതേ വെക്കാം കേട്ടോ. അതേ ഇങ്ങനെ കണ്ടോ. അന്നേരം ഇങ്ങനെ ഇങ്ങോട്ട് വെക്കും. ആ ഉറിയെ വളരെ സേഫ്റ്റി ആയിട്ടാണ് ഈ ചട്ടി ഇങ്ങനെ ഇരുന്നോളൂ. അപ്പോൾ അതിന് തക്ക ഒരു വലിയ അടപ്പിയട്ടിയും കാണുമല്ലോ. പണ്ടത്തെ കാലത്തൊക്കെ ഇങ്ങനെ ഇരുന്നോളൂ. ആ വലിയ ചട്ടിയാണെങ്കിൽ പോലും ആ ഉറിയൽ ഇങ്ങനെ ഇരുന്നോളൂ. ആ ചട്ടി, മീൻ ചട്ടി. ഇനി നമുക്ക് കലം വെച്ച് നോക്കാം. കലം വെച്ച് നോക്കാം. കലം കണ്ടല്ലോ ഇങ്ങനെ. ഇത് ഇപ്പം സാമ്പാർ കലമാണ് കണ്ടല്ലോ. ഇങ്ങനെ ഇരിക്കും. അത് എങ്ങും പോകത്തൊന്നുമില്ല. അതേ ഇതല്ലിങ്ങനെ ബലമായിട്ടിരുന്നുള്ളൂ. ഈ കാതിൻ്റെ കൊളുത്താകുമ്പോൾ എന്നിട്ട് നമ്മൾ ഈ കലം കൂടെ നമുക്ക് വെക്കുക. മോര് കാച്ചിയ കലം കൂടെ നമുക്ക് അതിൻ്റെ മണ്ടയിലോട്ട് വെക്കും. കണ്ടല്ലോ, മോര് കാച്ചിയ കലം കൂടെ നമ്മൾ വളരെ ഇതായിട്ട് ഇത് അടപ്പിയട്ടി കണ്ടോ. അടപ്പിയട്ടി ഇതൊക്കെ എൻ്റെ മോളാണ്. അവളൊക്കെ വലിയ ഇഷ്ടമായി മംഗലങ്ങളും ചട്ടികളും മോര് അതിനകത്ത് കാച്ചിരുന്നത്. നമ്മൾ പണ്ട് തോമര ഉള്ളിയൊക്കെ ഇട്ട് തക്കാളിയും പച്ചമുളകും മാത്രം ഇട്ടൊക്കെ ഒരു പുളിങ്കറി പോലൊരു സാമ്പാറൊക്കെ വെക്കുമല്ലോ. അപ്പോൾ ആ സാമ്പാറൊക്കെ വെക്കാനായിട്ട് അവൾക്ക് വലിയ ഇഷ്ടം. അവൾ ഗ്യാസേലല്ലാതെ നമ്മുടെ സാധാ നാടൻ അടുപ്പുണ്ടല്ലോ അതേലൊക്കെ അവൾ പാചകം ചെയ്യുന്നത്. അവിയലൊക്കെ വെക്കുന്നതൊക്കെ അവളങ്ങനെ അവൾ മേടിച്ചുകൊണ്ട് വരുന്ന ഈ ചട്ടിയും കലങ്ങളും ഗ്ലാസ് വരെ നിങ്ങളെ ഞാൻ കാണിക്കാം. പ്ലേറ്റ് വരെ ഉണ്ട്, ചട്ടി കൊണ്ടുള്ള പ്ലേറ്റ് വരെ. എന്നിട്ട് ഇതിങ്ങനെ അടപ്പി ചട്ടി കൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് അടച്ച് വെക്കും. കണ്ടോ. അടപ്പി ചട്ടി വെച്ചാൽ ഇങ്ങനെ കൂട്ടാനും കറികളും സാമ്പാർ കാലം, മോര് കാച്ചിയ കാലം, അടപ്പി ചട്ടി ഇങ്ങനെ കിടന്ന് ഉറിയാണ് ഉണ്ട്. പിന്നെ അവിടെ കിടന്നോളൂ, സേഫ്റ്റിയായിട്ട് അവിടെ കിടന്നോളൂ. എങ്ങും പോകത്തില്ല. രാവിലെ നമ്മൾ വരുമ്പോൾ ഇതെല്ലാം എടുക്കും. കണ്ടോ. ഇങ്ങനെ പണ്ടൊക്കെ എല്ലാവരും ചെയ്തിരുന്നത്. ഇപ്പം എല്ലാം സ്റ്റീലിനകത്തെ പരിപാടികളാണ്. എല്ലാവരും എല്ലാ സാധനങ്ങളും ഫ്രിഡ്ജിൽ ഇട്ട് കയറ്റുക. രാവിലെ അവിടെ നിന്ന് എടുത്ത് കുറേ നേരം തണുത്ത് കഴിഞ്ഞാൽ എന്ത് സാധനങ്ങളും. അപ്പം എനിക്ക് തോന്നുന്നത് എൻ്റെ രീതി അനുസരിച്ച് ഇങ്ങനെയൊക്കെ നമ്മൾ എടുത്ത് വെച്ചാൽ തണുക്കുകയും വേണ്ട, നമുക്ക് പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം. അഥവാ ചൂടാക്കി ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ചൂടാക്കി ഉപയോഗിക്കുക. അല്ലാതെ നമ്മൾ പഴകിന് ഞാൻ ചീത്തയാകത്തില്ല. നമ്മളതൊക്കെ വളരെ സൂക്ഷിച്ചല്ലേ എടുക്കുന്നത്. കണ്ടോ. അങ്ങനെ നമ്മുടെ ഉറിയുടെ കാര്യങ്ങളൊക്കെ ഈ രീതിയിലാണ്. നിങ്ങളെല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സന്തോഷമായിട്ട് പണ്ടുള്ളൊരു പാടത്തെ നിങ്ങൾ കേട്ടിട്ടില്ലേ? സരിഗമ പതിനിയിൽ ഉറി കെട്ടി തൂക്കി, അതിലൊരു വല്യമ്മ കലം കെട്ടി തൂക്കി. ഇത് ഉണ്ട്. എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നിങ്ങളുടെ ഇഷ്ടം. ഹലോ കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ ഉറിയുടെ കാര്യങ്ങളെല്ലാം പൂർത്തിയായല്ലോ. നിങ്ങൾക്കത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി, ഓക്കെ. അടുത്ത പ്രാവശ്യം നമുക്ക് വേറൊരു പ്രൊജക്റ്റുമായി വരാം. അതുവരെ